നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടൽ കലിതുള്ളിയാലും ഒറ്റമശ്ശേരിയിലെ തീരദേശവാസികൾക്കിനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. പ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോട്ടറിയുടെ സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. അമ്പലപ്പുഴ MLA H. സലാം ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയിലെ നഷ്ടം ഈടാക്കാൻ നടപടി വേണമെന്ന് ധീവരസഭ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ധീവരസഭ ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. കായംകുളം സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം പാർക്ക് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങളുടെ ബാക്ക് ബോൺ മൊത്തം നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. അപ്പം അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ആധുനികവൽക്കരണം വന്നുകൊണ്ട് ഈ മാർച്ച് മാസം 31-ാം തീയതി ഒരു ട്രഷറിയിലും വൻ തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന സമയത്ത് കുറച്ചുകൂടെ പണം ചോദിച്ചു. പക്ഷെ കഴിഞ്ഞ മാർച്ച് 31-ന് 100% പണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൊടുത്തു എന്ന് മാത്രമല്ല 10% മുൻപ് കൊടുക്കാനുള്ളത് കൂടെ ചേർത്ത് 110% കൊടുത്തു നമ്മുടെ സംസ്ഥാന സർക്കാർ. ഈ എല്ലാം അടച്ചുപൂട്ടുമെന്ന് ഇവർ പറയുന്ന സമയത്ത് 110% കൊടുത്തത്. വിഴിഞ്ഞം പദ്ധതി ചെലവിൽ ഏറിയ പങ്കും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കടം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ട്രഷറിയാണ്. ആധുനിക നിലയിൽ നിർമ്മിക്കുന്ന ട്രഷറികളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ട്രഷറി എന്നത് സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലമെന്നതിനേക്കാൾ ആളുകളുടെ സൗഹൃദ കൂട്ടായ്മയാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല, വൈസ് ചെയർമാൻ കെ ആദർശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PS സുൽഫിക്കർ, S കേശുനാഥ്, ഷാമലി ആനിമോൻ, മായാദേവി, ഫർസാന ഹബീബ്, നഗരസഭാംഗം രാജശ്രീ കമ്മത്ത്, ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KP ബിജുമോൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ, ചെങ്ങന്നൂർ ജില്ലാ ട്രഷറി ഓഫീസർ KO വിജയകുമാരി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കടൽ കരുതുള്ളിയാലും ഒറ്റമശ്ശേരിയിലെ തീരദേശവാസികൾക്കിനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. പ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽക്ഷോഭത്തിൽ നിന്ന് ഒറ്റമശ്ശേരിക്കാരെ ശാശ്വതമായി സുരക്ഷിതരാക്കാൻ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമാണ് സർക്കാർ നടത്തുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒറ്റമശ്ശേരി കടൽ തീരത്തെ പുലിമുട്ട് നിർമ്മാണം രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേർത്തല മണ്ഡലത്തിലെ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒറ്റമശ്ശേരി തീരത്ത് കടൽക്ഷോഭം വളരെ പ്രതിസന്ധികൾ തീർക്കുന്ന ഒരിടമായിരുന്നു. ഈ മേഖലയിലാണ് കടൽ ഭിത്തി ഇല്ലാതിരുന്ന പ്രദേശമുള്ളത്. ഭിത്തി ഉള്ളത് തന്നെ ഇടങ്ങളിലും കാലക്രമേണ കാലപ്പഴക്കത്താൽ കടൽ ഭിത്തി കടൽക്ഷോഭത്തിൻ്റെയും മറ്റും ഫലമായിട്ട് അതും ഏതാണ്ട് നാശോന്മുഖമായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിരവധിയായ വീടുകൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ഒറ്റമശ്ശേരിയിലെ തീരപ്രദേശത്തെ സംരക്ഷണം, ഈ മേഖലയിലെ ജനതയുടെ സംരക്ഷണം എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിനാവശ്യമുള്ള 17 കോടി രൂപ ആദ്യം അതിനുവേണ്ടി നീക്കിവെച്ചു. എന്നാൽ കുറേ നാളുകളുടെ ഇവിടുത്തെ പഠനങ്ങളെല്ലാം വന്നപ്പോൾ ആ എണ്ണം പുലിമുട്ടുകൾ കൊണ്ട് അത് ഫലപ്രദമാവില്ല എന്നും പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ടെട്രാപോഡുകളെക്കാൾ വലിപ്പമുള്ള ടെട്രാപോഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ശാശ്വതമായി ഒറ്റമശ്ശേരിയുടെ സംരക്ഷണം ഉറപ്പാവുകയുള്ളൂ എന്നും മനസ്സിലായി. വിവിധങ്ങളായ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ടു വന്നു. അപ്പോൾ ഇതെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്ന തുകയേക്കാൾ കൂടിയ തുക അനിവാര്യമായ ഒരു ഘട്ടമായെത്തി. 17 കോടിക്ക് നിശ്ചയിച്ചിരുന്നിടത്തു നിന്ന് പുലിമുട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും നീളം കൂട്ടുകയും ടെട്രാപോഡുകൾ നിരത്തുക എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച ടെട്രാപോഡുകൾ വലിപ്പമുള്ളവ ഉണ്ടാവുകയും വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 37 കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് ഇത്
960 മീറ്റർ നീളത്തിൽ 9 പുലിമുട്ടുകളാണ് ഒറ്റമശ്ശേരിയിൽ നിർമ്മിക്കുന്നത്. 20 മീറ്റർ മുതൽ 80 മീറ്റർ വരെ നീളത്തിലുള്ള പുലിമുട്ടുകൾ ഇവയിലുണ്ട്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി 30 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. മുമ്പ് നിശ്ചയിച്ചിരുന്നതിൽ നിന്ന് പുലിമുട്ടുകളുടെ എണ്ണവും ടെട്രാപോളുകളുടെ വലിപ്പവും വർദ്ധിപ്പിച്ചതായും കരിങ്കല്ലിട്ട് ശക്തമായ അടിത്തറ ഒരുക്കിയ ശേഷമാണ് ടെട്രാപോഡുകൾ സ്ഥാപിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റമശ്ശേരി കടൽ തീരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുത്തറ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സിനി സാലസ്, ജാൻസി ബെന്നി, കെ പി ഹരൻ ബാബു, പ്രോജക്ട് കോർഡിനേറ്റർ പി മഹാദേവൻ, പ്രോജക്ട് എഞ്ചിനീയർ ബി ഗോപിക, കിഫ്ബി റെസിഡൻസ് എഞ്ചിനീയർ ബിജു യേശുദാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോട്ടറിയുടെ സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന ഭാഗ്യക്കുറി സമ്മാന ഘടനയിൽ ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനകരമായ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5000ന്റെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കും. 2000 രൂപയുടെ സമ്മാനം പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 200 രൂപയുടെ സമ്മാനം തിരികെ കൊണ്ടുവരുമെന്നും 50 രൂപയുടെ സമ്മാനങ്ങൾ ഒഴിവാക്കിയതായും മന്ത്രി പറഞ്ഞു. ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഇനത്തിൽ 573 കുട്ടികൾക്ക് 13.66 ലക്ഷം രൂപയാണ് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അമ്പലപ്പുഴ MLA ചിസലാം അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ, ലോട്ടറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റെൻ, അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസർ S ശ്രീകല, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ ജോഷിമോൻ K അലക്സ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലെ ജെൻഡർ പാർക്ക് ഹാളിൽ PS സജീവ് നഗറിൽ വെച്ച് നടന്നു. അമ്പലപ്പുഴ MLA ചിസലാം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും പല തൊഴിൽ മേഖലകൾ നോക്കിയാൽ കാണാൻ പറ്റും, സംഘടിതമല്ലാത്ത ജനവിഭാഗത്തിന്റെ മേലെ പലപ്പോഴും അധികമായ ഭാരം വന്ന് കയറും. ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന ഒരു സാമാന്യ രീതി തോന്നിയാൽ അങ്ങനെയാണ്. ഒരു മാനേജ്മെന്റ് ആണെങ്കിലും ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഒരു സംഘടിതമല്ല എന്ന് തോന്നിയാൽ ആ സംഘടിതമല്ലാത്തടത്ത് എങ്ങനെയുമാകാം എന്നൊരു മനോഭാവം അറിയാതെ സമൂഹത്തിൽ ജനിക്കും. അതുകൊണ്ട് നമ്മൾ സംഘടിതരാകുക എന്നുള്ളതും കൂടുതൽ ശക്തമാകുക എന്നുള്ളതും നിങ്ങളുടെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന കാര്യമായിട്ട് തന്നെ സംഘടനയെ കാണണം. അങ്ങനെ കണക്കാക്കി നിശ്ചയമായി മുന്നോട്ട് പോകാനാവുക എന്നുള്ളത്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് V സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M മുജീബ് റഹ്മാൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷനിലെ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ TJ ജെയിംസ് പ്രദർശന സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R ജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PV തമ്പി, EO ജോണി, R രാജീവ്, KB മണിലാൽ, CA രാജേഷ്, K ജയദേവൻ, PL ആന്റണി, ഡേവിഡ് ജോൺ, CC റാഫേൽ എന്നിവർ സംസാരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CV രാജു യോഗത്തിന് സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ R അണ്ണാദുരൈ നന്ദിയും പറഞ്ഞു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയിലെ നഷ്ടം ഈടാക്കാൻ നടപടി വേണമെന്ന് ധീവരസഭാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ ആവശ്യപ്പെട്ടു. അപകടത്തെ തുടർന്ന് കടലിൽ ഗുരുതര ആവാസ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഭീതിയിലാണിപ്പോൾ. കപ്പലിലുള്ള ഇന്ധനത്തിന്റെ പാട കടലിൽ വ്യാപിക്കുന്നതിനാൽ മത്സ്യബന്ധനത്തിന് നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കപ്പൽ കിടക്കുന്ന പ്രദേശം തിരിച്ചറിയാൻ ബോയ സ്ഥാപിക്കണമെന്നും രാത്രി ഇവിടെ സിഗ്നൽ സ്ഥാപിക്കണമെന്നും ധീവരസഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ, ജില്ലാ പ്രസിഡന്റ് കെ പ്രദീപ് എന്നിവർ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതുമൂലം കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പലിലുള്ള സാധനങ്ങൾക്കുള്ള ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിനകത്തൊരു പ്രശ്നവുമില്ല. അവർ ജീവനക്കാരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. കപ്പലിന് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും. ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് 20 നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ 20 നോട്ടിക്കൽ മൈൽ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ മത്സ്യബന്ധന മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളി കടന്നു ചെല്ലാനാവാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഈ കപ്പലിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇല്ല. ഇപ്പോൾ 13 കണ്ടെയ്നറുകളിൽ ആലപ്പുഴ SD കോളേജ് സ്ഥാപകനും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന പി വേണുഗോപാലിന്റെ 22ാം ചരമവാർഷിക അനുസ്മരണ ദിനാചരണ പരിപാടി നടത്തി. SDV ബസന്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ MLA D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. SD കോളേജ് മാനേജർ R കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ SD കോളേജ് മാനേജറും ജവഹർ ബാലഭവൻ പ്രസിഡന്റും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിരുന്ന പി വേണുഗോപാലിന്റെ 22ാം ചരമവാർഷിക അനുസ്മരണ ദിനാചരണ പരിപാടി നടത്തി. പി വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SDV ബസന്റ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ ദിനാചരണ പരിപാടി മുൻ MLA അഡ്വക്കേറ്റ് D സുഗതൻ ഉദ്ഘാടനം ചെയ്തു. പി വേണുഗോപാൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ S വിജയൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SD കോളേജ് മാനേജറും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ R കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാവരും അനുസ്മരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവരെ ഓർത്ത്, അല്ലെങ്കിൽ ഇത്ര സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഇത്ര അഭിമാനപൂർവ്വം ഒത്തുചേർന്ന് അവരെപ്പറ്റി ഓർക്കുക, 2 വാക്ക് നമ്മൾ പറയുക, അവര് കാണിച്ച വഴി നമ്മൾ മറക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന വ്യക്തികളിൽ അപൂർവമായ ഒരാളാണ് എൻ്റെ അമ്മാവനായ ശ്രീ വേണുഗോപാൽ. നേരത്തെ ഇവിടെ പറയുണ്ടായി, ഞാൻ പല സന്ദർഭങ്ങളിലും ഞാൻ പറയുണ്ടായി. കാരണം അല്ലെങ്കിൽ എൻ്റെ അമ്മാവനായ വേണുസ്വാമി രണ്ടുപേരും ഒരേ പ്രിൻസിപ്പളിന്റെ താഴെ, രംഗവേണുസ്വാമിയുടെ താഴെയാണ് ഞങ്ങൾ ശിഷ്യത്വം പെട്ടത്. പ്രൊഫസർ S രാമാനന്ദ്, TT കുരുവിള, P വെങ്കിട്ടരാമയ്യർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ വിതരണം ചെയ്തു. പി വേണുഗോപാൽ ഫൗണ്ടേഷൻ സെക്രട്ടറി P ജ്യോതിസ് യോഗത്തിന് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ R പ്രദീപ് നന്ദിയും പറഞ്ഞു. പി വേണുഗോപാലിന്റെ പത്നി മൈഥിലി വേണുഗോപാൽ അനുസ്മരണ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ഭാവിയിൽ വൻമാറ്റം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. കായംകുളം സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടൽ കലിതുള്ളിയാലും ഒറ്റമശ്ശേരിയിലെ തീരദേശവാസികൾക്കിനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്. പ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോട്ടറിയുടെ സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. അമ്പലപ്പുഴ MLA H സലാം ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയിലെ നഷ്ടം ഈടാക്കാൻ നടപടി വേണമെന്ന് ധീവരസഭ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ധീവരസഭ ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.